നമസ്കാരം സാർ. നമസ്കാരം. ശ്രീ കുമാർ ചെല്ലപ്പൻ എന്ന വ്യക്തിയെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ ഒരവസരം വന്നതിൽ വ്യക്തിപരമായി എനിക്ക് വലിയ സന്തോഷമുണ്ട്. അത് ഞങ്ങളുടെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അങ്ങനെ ഒന്ന് സംഭവിച്ചതിൻ്റെ ഒരു സൗഭാഗ്യത്തിൽ ഏറെ ഞാൻ സന്തോഷിക്കുന്നു. ഒരിക്കൽ കൂടി അങ്ങേക്ക് സ്വാഗതം. കുമാർ ചെല്ലപ്പൻ മാധ്യമപ്രവർത്തനം സ്വപ്നം കാണുന്ന മലയാളത്തിലെ ഏതൊരു ചെറുപ്പക്കാരൻ്റെയും സ്വപ്നതുല്യമായ മേഖലകളൊക്കെ വിഹരിച്ച് ഒടുവിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ഒരാളാണ്. എറണാകുളം ജില്ലയിലെ അങ്കമാലിയാണ് ജന്മം, അല്ലേ? ഇപ്പോൾ താമസിക്കുന്നത് പെരുമ്പാവൂരാണ്, അധികം ദൂരമല്ലാത്ത. വിശ്രമ ജീവിതം നയിക്കുന്നു, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ആ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ ഒരു സമ്പത്ത് പ്രേക്ഷകരോട് പങ്കിടുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും, വിജ്ഞാനപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എങ്ങനെയാണ് അങ്ങയുടെ ഒരു, എനിക്ക് തോന്നുന്നു ഹോമി ബാബ റിസർച്ച് സെന്ററിലാണ് അങ്ങ് ആരംഭിക്കുന്നത്, അല്ലേ? ഒന്ന് പറഞ്ഞോളൂ സാർ, എവിടെ മുതലാണ് ആ പോക്ക്? അത് ഞാൻ BSc പരീക്ഷ എഴുതി കഴിഞ്ഞു. അപ്പോഴാണ് ഈ ബാബ ആറ്റമിക് സെന്ററിലേക്ക് റിസർച്ച് സ്കോളേഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പരസ്യം കണ്ട് അപേക്ഷിച്ചു. BSc കെമിസ്ട്രി ആയിരുന്നു. ഏത് കോളേജ്? കാലടി ശ്രീശങ്കര കോളേജ്. ഐ വാസ് എ പുവർ സ്റ്റുഡൻറ് വിത്ത് ബിലോ ആവറേജ് IQ. പക്ഷെ പാസ്സായി. പരീക്ഷ 60% മാർക്ക് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ മാർക്കൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ കിട്ടി ചെന്ന് കഴിഞ്ഞ് ഈ നമ്മൾ പറയില്ലേ, അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ പറന്ന് നടക്കുക കാറ്റിനനുസരിച്ചിട്ട്. അവിടെ ചെന്നു മുംബൈയിൽ. Then ഏത് വർഷമാവും അത്? 1980. അവിടെ MSc കം റിസർച്ച് ആണ്. MSc കം റിസർച്ച്. ഞാൻ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു മേഖലയിലാണ് സ്പെഷ്യലൈസ് ചെയ്തത്. അതിനകത്താണ് വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പം എൻ്റെ കൂടെ എൻ്റെ ബോസ് ഡോക്ടർ GM നായർ, തിരുവനന്തപുരത്തുകാരനാണ്, മലയാളിയാണ്. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പേരെടുത്ത അനലിറ്റിക്കൽ കെമിസ്റ്റ് ആയിരുന്നു. PhD ഒക്കെ എടുത്തത് ടൊറോണ്ടോ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അത് ബാബ ആറ്റമിക് റിസർച്ച് സെന്റർ തുടങ്ങിയപ്പോൾ ആദ്യ ബാച്ചിൽ സയന്റിസ്റ്റായിട്ട് നേരിട്ട് റിക്രൂട്ട് ചെയ്ത ആളാണ് അദ്ദേഹം. റിക്രൂട്ട് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. BSc ഓണേഴ്സ് ആണ് അവർ. അതെ. അപ്പോൾ അദ്ദേഹം ടൊറോണ്ടോയിൽ പോയി PhD ഒക്കെ എടുത്തിട്ട് വന്നു. ഇവിടെ അന്ന് ഞാൻ 1980 BARC ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ 250-300 റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്, അതും ഇൻ്റർനാഷണൽ ജേർണൽസിൽ. ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ആരുമില്ല, അസിസ്റ്റൻസ് ഒന്നുമില്ല. അദ്ദേഹത്തിന് അവിടുത്തെ പൊളിറ്റിക്സ് കാരണം അദ്ദേഹം ഒറ്റപ്പെടുത്തി ഇരുത്തിയേക്കാണ്. ഞാൻ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു പഞ്ചാബി സൂദ് എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ സെക്ഷൻ ഹെഡ്. പിന്നെ ഒരു വൈദ്യ എന്ന് പറഞ്ഞൊരു മറാഠി ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര റീജിയണൽ നന്നായിട്ട് സ്പിരിറ്റുള്ള ആൾക്കാരാണ്. അപ്പം ഇവർക്ക് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അത്ര വലിയ ഇമ്പ്രസീവായിട്ട് തോന്നിയൊന്നുമില്ല. അന്ന് ഈ മറാത്ത മണ്ണിന്റെ മക്കൾ വാദമൊക്കെ അതൊക്കെ ശക്തമായിട്ടുള്ള സമയമുണ്ട്. പിന്നെ ഈ മറ്റേ ആള് പഞ്ചാബിയാ, സൂദ് എന്ന് പറഞ്ഞ ആള്. അവരെന്ത് ചെയ്തു, എന്നെ ഒന്ന് പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ ഈ GM നായരുടെ കൂടെ വിട്ടു. പക്ഷേ വർക്ക് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം അദ്ദേഹം ഹി ടുക്ക് മീ അണ്ടർ ഹിസ് വിങ്സ്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം അവസാനം ആൾക്കാർ കളിയാക്കി വിളിച്ചു തുടങ്ങി, അച്ഛനും മോനും മഞ്ഞുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. എത്ര വർഷം? ഞാനവിടെ 5 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ MSc ഞാൻ വർക്ക് തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് തന്നെ MSc ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്, തീസിസ് പോലെ നമ്മളിവിടെ PhD ഒരു പ്രോബ്ലം എടുത്ത് വർക്കൗട്ട് ചെയ്തിട്ട് ചെയ്യില്ലേ, അതേപോലെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ സെക്ഷൻ 2-3 ആക്കിയിട്ട് മാറ്റി. അപ്പോൾ GM നായരുടെ അടുത്ത് നിന്ന് എന്നെ മാറ്റി വേറൊരു ഡിവിഷനിലേക്ക് മാറ്റി. ഐ ഫെൽറ്റ് വെരി, എന്താ പറയുക, എനിക്കൊരു വലിയ വിഷമായത്. പിന്നെ അവിടെ നിൽക്കുന്നതിൽ വലിയ കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. ദെൻ ലക്കിലി ഞാൻ 83 ഒരു റിട്ടേൺ ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നു ദൂരദർശനിലേക്ക്. അതിന്റെ റിസൾട്ട് വന്ന് എന്നെ അപ്പോയിന്റ് ചെയ്തു. ഐ വാസ് ദ ഫസ്റ്റ് ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് അപ്പോയിന്റഡ്. ആദ്യത്തെ തിരുവനന്തപുരം ദൂരദർശനിലെ ആദ്യത്തെ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായിട്ട് ഞാനാണ് അപ്പോയിന്റ്മെന്റ് കിട്ടി. രായ്ക്ക് രാമായണ സ്ഥലം വിട്ടു. ഇന്ത്യക്ക് ഒരു ശാസ്ത്രജ്ഞനെ നഷ്ടപ്പെടുകയും അത് ബൈലക് ഇന്ത്യയുടെ ആറ്റമിക് എനർജി റിസർച്ചും രക്ഷപ്പെട്ടത് കാരണം. ബേസിക് ആയിട്ടൊരു ഹ്യൂമർ കൂടെ ഉണ്ട്. ദൂരദർശനിൽ വന്നു എത്ര കാലം? ദൂരദർശനിൽ ഒരു 1985 തൊട്ട് 1993 വരെ വർക്ക് ചെയ്തു. അതെ. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കപ്പോൾ ഞാൻ ആദ്യമായിട്ട് ടെലിവിഷൻ സ്റ്റേഷൻ കാണുന്നത്
ദൂരദർശനാണ് ഞാൻ ചെല്ലുമ്പോഴാണ്. ചെയ്യുന്നത്. ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് അതെ അതെ, ഒരു പ്രീവിയസ് എക്സ്പീരിയൻസും ഇല്ലാതെ. ദെൻ ഒരു ദിവസം എൻ്റെ അടുത്ത് ഡയറക്ടർ പറഞ്ഞു, ആരാണ് സർ ഡയറക്ടർ? കുഞ്ഞികൃഷ്ണൻ വെരി നൈസ് പേഴ്സൺ. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കവറേജ് ഉണ്ട്, ഒരു പ്രോഗ്രാം ചെയ്യണം, പോയിട്ട് കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ പോയിട്ടൊരു അവിടെ ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, അതൊന്ന് ഷൂട്ട് ചെയ്ത് ഒരു ന്യൂസ് ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ പോകേണ്ടിരുന്ന ഈ ശ്യാമപ്രസാദ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. നമ്മുടെ രാജഗോപാലിന്റെ പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ആയിരുന്നു. ഹി വാസ് എ പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് അറ്റ് ദാറ്റ് ടൈം. ഇപ്പൊ ഫിലിം മേക്കറാണ്, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഫിലിം മേക്കറാണ്. അപ്പൊ ശ്യാമിന് അവിടെ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. സൈനിക് സ്കൂളാണ്, ഈ കുട്ടികളുടെ ഇതൊക്കെ വെച്ചിട്ടാണ്, പ്രായമുള്ള ആൾക്കാരേക്കും ആണെങ്കിൽ യു വുഡ് ഹാവ് ബീൻ വെരി മച്ച് ഇൻട്രസ്റ്റഡ്. അപ്പൊ ഇപ്പോഴും ക്ലോസ് ഇൻ ടച്ച് ആണോ? ഇപ്പൊ ഐ ലോസ്റ്റ് ടച്ച് വിത്ത് എംനോസെൻസ്കി. ദേ ആർ ഓൾ ബിഗ് ഷോട്ട്സ് ആണോ, ഈ പറഞ്ഞ പോലെ ഫിലിം മേക്കർ, TV ചാനലിന്റെ ഒക്കെ ചീഫോ അങ്ങനെ ഇതൊക്കെയല്ലേ. ഞാൻ ദൂരദർശനിൽ അപ്പൊ ഇങ്ങനെ ഈ സൈനിക് സ്കൂളിൽ പ്രോഗ്രാം എടുക്കാൻ പോയത് ഒരു ടേണിംഗ് പോയിന്റ് ആയി. അത് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയപ്പോൾ ഈ കുറച്ച് കുട്ടികളുടെ ബോക്സിങ് ഒരു ക്യാമറ വെച്ചിട്ടും ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് ഇതാക്കാനോ ഒന്നും ആക്കാനില്ല. അപ്പം ഞാൻ പറഞ്ഞു, തിരിച്ചു വന്നിട്ട് ഡയറക്ടറോട് പറഞ്ഞു, ഇങ്ങനെ സാർ ഇത് വി ക്യാൻ മേക്ക് എ ഡോക്യുമെൻ്ററി ഓൺ ദി സൈനിക് സ്കൂൾ പീപ്പിൾ, ഇത് അതായിരിക്കും കുറേ കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, യു ഗോ ഹെഡ് എന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ച് പെർമിഷനൊക്കെ എടുത്തു. ക്യാമറമാൻ ഞാനൊക്കെ പോയി കുറേ ഷോട്ട്സ് എടുത്തു. എന്താ ചെയ്യണമെന്നൊന്നും അറിയില്ല, ഒരു സ്ക്രിപ്റ്റും ഇല്ല, ഒന്നുമില്ല. പോയി ഷൂട്ട് ചെയ്തു കുറേ അധികം. പിന്നെ കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്തു, ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പളിനൊക്കെ ഇൻ്റർവ്യൂ ചെയ്തു വന്ന് I made it into a documentary, 30 minutes long duration ഉള്ള ഡോക്യുമെൻ്ററി ആക്കി. ആദ്യം സ്റ്റഫ് ഉണ്ടാക്കിയിട്ട് പിന്നെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. അതെ അതെ. 1986 ഇപ്പോൾ ഐ ഡു റിമെമ്പർ ദ ഡേറ്റ്, 1986 ജാനുവരി 26 അത് ടെലികാസ്റ്റ് ചെയ്തു ദൂരദർശനിൽ പ്രൈം ടൈമിൽ. അത് കണ്ടപ്പോൾ കുഞ്ഞികൃഷ്ണൻ വലിയ ഹാപ്പിയായി. കുഞ്ഞികൃഷ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് 30 മിനിറ്റ് ഡ്യൂറേഷൻ വേണ്ട, ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ആയിട്ട് കുറയ്ക്കൂ, എന്നിട്ട് നമുക്ക് ഡൽഹിക്ക് അയച്ചു കൊടുക്കണം അത് എന്ന് പറഞ്ഞു. ഞാനത് പിറ്റേ ദിവസം ഇരുന്ന് കുറേ കട്ട് ഷോട്ട് ചെയ്ത് 20 മിനിറ്റ് ആക്കി കൊടുത്തു. അത് ഇറ്റ് വാസ് ടെലികാസ്റ്റ് ഇൻ നാഷണൽ നെറ്റ്വർക്ക്. ഒരു സംഭവം. ഞാൻ അന്ന് ഈ പേപ്പറിൽ നിന്ന് ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഇങ്ങനെ ടെലിവിഷൻ പ്രോഗ്രാം ഒരാൾ എടുക്കണമെന്നുള്ളതിനെ പറ്റിയിട്ട് ആരും ഒന്നും എന്താ പറയുക എഴുതാറൊന്നുമില്ല. നമ്മൾ ആരും അത് മാത്രമല്ല, ഈവൻ ഐ വാസ് എ ബിറ്റ് ഷൈ തുടക്കത്തിലെ. എനിക്ക് അങ്ങനെ എവിടെ ഒതുങ്ങിക്കൂടി ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ദെൻ അങ്ങനെ പോയി. പിന്നെ കുഞ്ഞികൃഷ്ണൻ ഗോട്ട് പ്രൊമോട്ടഡ് ഈവൻ ടു ഡൽഹി. somebody came in place of him and I had a very bitter experience afterwards. അതിനിടയ്ക്ക് മലയാറ്റൂർ രാമകൃഷ്ണന് വേണ്ടിയിട്ട് ഒരു ഡോക്യുമെൻ്ററി ദൂരദർശൻ ഒരു സീരിയൽ ചെയ്തു, ഡോക്ടർ വേഴാമ്പൽ എന്ന് പറഞ്ഞിട്ട്. രാമകൃഷ്ണൻ എഴുതിയ നോവലായിരുന്നു അത്. ഒരു 6 or 7 എപ്പിസോഡുള്ള ഒരു സീരിയലാക്കി ചെയ്തു. സ്ക്രിപ്റ്റ് എഴുതിയത് ഞാനും മലയാറ്റൂർ ഒരുമിച്ച് എഴുതി. ഡയറക്റ്റ് ചെയ്തത് ഞാൻ തന്നെ. ഡയറക്ടർ മീൻസ് പ്രൊഡ്യൂസർ. അന്ന് ഡയറക്ടറുടെ കൺസെപ്റ്റ് ഇല്ല, പ്രൊഡ്യൂസർ. അപ്പൊ അതില് നമ്മുടെ മലയാറ്റൂരിന്റെ കഥകളെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു വിഷ്വൽ വർക്കാണോ അത്? അതിനു മുമ്പ് യക്ഷി ഒക്കെ ടിവിയിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വർക്ക്. അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു സീരിയലിൽ. ആദ്യത്തെ മലയാറ്റൂരിന്റെ ടി വി വർക്ക് അതായിരുന്നു. പിന്നെ ഹി വാസ് വെരി മച്ച് എന്താ പറയുക, വെരി ലൈവ്ലി. കാരണം നേരം വിളിച്ചാകുമ്പോൾ വരും ഷൂട്ടിങ്ങിന്. മറ്റേ നമ്മുടെ തിരുവനന്തപുരത്ത് കാഴ്ച ബംഗ്ലാവിലെ ഒരു മ്യൂസിയം ആൻഡ് സൂവിലെ ഡയറക്ടറുണ്ട്, രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞ്. അങ്ങേക്ക് അറിയാൻ സാധിക്കും, ഒരു പണ്ട് കലാകൗമുദിയിലൊക്കെ സീരിയലൈസ് ചെയ്തിരുന്നു ഈ നമ്മുടെ വന്യമൃഗങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. രാജേന്ദ്ര പ്രസാദ് MSc. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ട് മലയാറ്റൂർ റിട്ടയർ ചെയ്തതിന് ശേഷമാണ്. ദിവസം രാവിലെ വരും അദ്ദേഹം, ഒരു കുപ്പി വിസ്കി ഉണ്ടാവും പുരയിൽ, 1 ലിറ്റർ ഉണ്ട്. ജോണി ഹോക്കർ ഒരു പാട്ട് വരും രാവിലെ, ഒന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തീരുമല്ലേ. അത് തുടക്കം ഇറ്റ് വാസ് എ ബിറ്റ് വെരി വെരി ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ഹിം. കാരണം അദ്ദേഹം അവിടെ ഷൂട്ട് ചെയ്യാൻ വന്ന 3 ക്യാമറാമാൻമാർ പിണങ്ങിപ്പോയി ദൂരദർശനിൽ. അവസാനം അദ്ദേഹത്തിന്റെ ചീഫ് ക്യാമറാമാൻ ഒരു CN പിള്ള, അദ്ദേഹം വന്നിട്ടാണ് മൊത്തം വർക്കൊക്കെ തീർത്ത് തന്നത്. ഡോക്ടർ വേഴാമ്പൽ എത്ര എപ്പിസോഡായിരുന്നു? അത് ഐ തിങ്ക് 6 എപ്പിസോഡ്.
അതിലൊരു സ്റ്റിൽ അവർ ഇപ്പോഴും അത് ഇടക്ക് ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയില്ല ഇപ്പൊ എനിക്ക് ഓർമ്മ. അന്ന് എനിക്ക് ഒരു അടൂർ ബാസിയുടെ നെവി ഒരു ബി ഹരികുമാർ, പിന്നെ ഒരു രവി വള്ളത്തോൾ, ദെൻ ജമീല മാലിക്, ഷീസ് നോ മോർ നോ, പുവർ വുമൺ, ജമീല മാലിക്, ദെൻ മണക്കാട് ഉഷ, പിന്നെ ഉഷയുടെ മകൾ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു സിനിമയിലൊക്കെ അഭിനയിച്ചു, ഇപ്പൊ അത് സിനിമയിലൊന്നുമില്ല. ദെൻ ദർ ഇസ് എന്ത് ജഗന്നാഥൻ, പിന്നെ ജഗന്നാഥ് വർമ്മ, പിന്നെ ആര്യാട് ഗോപാലകൃഷ്ണൻ. ആര്യാട് ഗോപാലകൃഷ്ണൻ ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ആദ്യമായിട്ടാണ്. അവരെയൊക്കെ ഒന്ന് അങ്ങനെ വി ഹാഡ് എ നൈസ് ടൈം എക്സെപ്റ്റ് ഫോർ ദി സ്കിർമിഷസ്. പിന്നെ അതെല്ലാം കഴിഞ്ഞു 93 ഒക്കെ ആയപ്പോഴത്തേക്കും പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ദേ ഹാഡ് സം കൈൻഡ് ഓഫ് പ്രീ കൺസീവ്ഡ് നോഷൻസ് അഗെയിൻസ്റ്റ് മീ. ഞാനപ്പോൾ മടുത്തു, എങ്ങനെയെങ്കിലും റിസൈൻ ചെയ്യണമെന്നുണ്ട്. അപ്പം ദെൻ സംബടി കുഞ്ഞികൃഷ്ണൻ റിസൈൻ ചെയ്യേണ്ട, ഇഫ് യു വാണ്ട് യു ക്യാൻ ഗോ ടു ഗെറ്റ് എ ട്രാൻസ്ഫർ ആൻഡ് ഗോ ടു കൊച്ചി ഓർ ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്യാൻ നോക്കുന്നു. അവിടെ ആകുമ്പോൾ വീട്ടിൽ പോയിട്ട് വരാൻ പാടില്ലേ ദിവസം. അങ്ങനെ ഓൾ ഇന്ത്യ റേഡിയോയിൽ വന്നു. കൊച്ചിയിൽ FM സ്റ്റേഷനിൽ ഐ ഡിഡ് എ നമ്പർ ഓഫ് റേഡിയോ ഫീച്ചേഴ്സ്, അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എന്തോ ഐ കുഡൻ ഗെറ്റ് അലോങ്, എന്തോ എൻ്റെ സ്വഭാവത്തിന് പലപ്പോഴും ഞാൻ പലരുമായിട്ട് വഴക്കൂടേണ്ടി വരും. ബെറ്റർ ലീവ് ദിസ് ജോബ്. അങ്ങനെയാണ് 2 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ 2 വർക്ക് ചെയ്തത്. ആദ്യം ഞാൻ കോഴിക്കോട് ഒരു 6 മാസം കോഴിക്കോട് വർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കൊച്ചിയിലേക്ക് പോന്നു. ടോട്ടൽ എത്ര വർഷം? 3 വർഷം ഉണ്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. എന്താ പറയുന്ന ഒരു കേരളം വിട്ടത് എന്താണ്? കേരളം വിട്ടത് 98 ഏഷ്യാനെറ്റിൽ ജോലി കിട്ടിയത്. അങ്ങനെ പോയത്. അന്ന് ഇവിടെ ആയിരുന്നില്ല? അല്ല, അല്ല, അവർക്ക് മദ്രാസിലെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാല് ബാബു BRP ഇല്ലേ, BRP ഭാസ്കറിന് ഞാനൊരു ബിസിനസ് ടൈം എന്ന് പറഞ്ഞൊരു സീരീസ് എൻ്റെ ഒരു സുഹൃത്ത് കൃഷ്ണനുണ്ട് എറണാകുളത്ത്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. കൃഷ്ണനെ ഞാനും കൂടിയൊക്കെ ഒരു സീരീസ് ചെയ്തു. ഞാൻ ആ പ്രോഗ്രാം പ്രസന്റ് ചെയ്ത്. അപ്പൊ അത് ഹി വാസ് വെരി ഹാപ്പി, ഈ BRP ഭാസ്കറിന്. അപ്പൊ അങ്ങനെ പറഞ്ഞ് യു ഷുഡ് ജോയിൻ ഏഷ്യാനെറ്റ്. അങ്ങനെ 98 ഏഷ്യാനെറ്റിൽ മദ്രാസിലെ ബ്യൂറോ ചീഫ് എന്നൊക്കെ പറഞ്ഞ് എന്നെ അപ്പോയിന്റ് ചെയ്ത്. മദ്രാസ് ബ്യൂറോ ചീഫ് 5000 രൂപ ശമ്പളം. ബ്യൂറോ ചീഫ് 98. ഇറ്റ് വാസ് എ ബിഗ് സ്മോൾ എമൗണ്ട്. കാരണം ഈ ഇത്രയും ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളപ്പോൾ കുറച്ച് കൂടുതൽ ശമ്പളം തരേണ്ടതാണ്. ഞാൻ പിന്നെ ഐ എം വെരി പുവർ ഇൻ ബാർഗെയിനിങ്. നെവർ ബാർഗെയിൻ. എനിക്ക് ഇന്നത് വേണമെന്ന് ഞാൻ ഇന്നേ വരെ ആരോടും പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ എക്സ്പ്രസിൽ നേരിട്ടാണോ? അല്ല, 2 വർഷം ഈ ബിസിനസ് ടൈം എന്ന് പറഞ്ഞ കുറെ നാൾ നടന്നു. അപ്പോഴാണ് ഏഷ്യാനെറ്റ് വിളിച്ചത്. ഏഷ്യാനെറ്റിൽ നിന്ന് 2002 ആയപ്പോഴത്തേക്ക് 2004 ഞാൻ 2005 ഞാൻ ഡെക്കാൻ ക്രോണിക്കിളിൽ ജോയിൻ ചെയ്തു. ഡെക്കാൻ ക്രോണിക്കിൾ മദ്രാസിൽ ഒരു എഡിഷൻ തുടങ്ങി. ദേ വർ ഇൻ ദി ലുക്ക് ഔട്ട് ഫോർ പീപ്പിൾ. അപ്പൊ അവിടെ ചെന്നപ്പോ MJ അക്ബർ എഡിറ്റർ. ചെന്നിടത്തൊക്കെ എന്താ പറയാ, ലെജൻസിനെയാണ് കിട്ടിയത്. എല്ലായിടത്തും ചെന്നപ്പോ ഇരിക്കാൻ കൂടി പറഞ്ഞില്ല. പിന്നെ പ്രൊഫൈലെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഓക്കെ എത്ര ശമ്പളം കിട്ടാൻ അവിടെ എന്ന് വെച്ച് ഏഷ്യാനെറ്റിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത്രയാണ്. ഐ വിൽ പേ യു മോർ ദാൻ ദിസ്. നോട്ട് യു ജോയിൻ ഇമ്മീഡിയറ്റ്ലി. ഇന്ന് തന്നെ ജോയിൻ ചെയ്യും. അത് പറ്റൂല, എനിക്ക് അവിടെ പോയി റെസിഗ്നേഷൻ ലെറ്ററൊക്കെ കൊടുക്കേണ്ടത്. ഡോണ്ട് ഡു ദാറ്റ്. യു സെൻഡ് ഇറ്റ് ബൈ ഇമെയിൽ ടു ദം. MJ വാസ് ഒരു ടെററായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അവിടെ അപ്പോൾ ഡെക്കാൻ ക്രോണിക്കിളില് 2005 തൊട്ട് 2012 വരെ വർക്ക് ചെയ്തു. ഏത് ഓഫീസിലുണ്ടായിരുന്നു? മദ്രാസ് ഓഫീസിൽ. ഹി ലൈക്ക് ദ സ്റ്റോറീസ് വിച്ച് ഐ ഫൈൻഡ്. ഞാനത് ഇന്റർലിങ്കിങ് ഓഫ് റിവേഴ്സ്, ഇന്ത്യയിലെ നദികളുടെ കൂടുതൽ കുറിച്ച്, പിന്നെ നമ്മളുടെ വിഷണറി പ്രോജക്റ്റുകളായി, പിന്നെ ആറ്റോമിക് എനർജി പ്രോഗ്രാംസ്, ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ കുറിച്ചൊക്കെയുള്ള എഡിറ്റ് പേജ് ആർട്ടിക്കിൾസ് ഒക്കെ എഴുതി. ഹി വാസ് വെരി ഹാപ്പി. ഇതിൽ രണ്ടിൽ എനിക്കൊരു ചെറിയ BARC എക്സ്പീരിയൻസ് എനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വന്നു കേട്ടോ. എന്റെ കഴിവൊന്നും അല്ല, അത് പലരും പറഞ്ഞെടുത്തിട്ട് അത് അറിയാമല്ലോ, പഠിച്ചിട്ടാണല്ലോ. ദെൻ 2012 അക്ബറിനെ അവർ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്തു. ദെൻ വൺ ലേഡി വാസ് ദെയർ ആൻഡ് ഷി വാസ് സോ ഹോറിബിൾ. അവർ എൻ്റെ അടുത്ത് പറഞ്ഞു വി ഡോണ്ട് വാണ്ട് യു, ഐ വിൽ ഗിവ് യു 3 months ടൈം.
ബെറ്റർ ഫൈൻഡ് ഔട്ട് അനദർ ജോബ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 3 months ഒന്നും വേണ്ട, ഞാൻ ഇപ്പം തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ പോകുന്നു. അങ്ങനെയുണ്ടല്ലോ ഭയങ്കര. ഇത് എംജിയോടുള്ള വിരോധമാണോ? എംജിയോടുള്ള വിരോധമാണ്. അത് ഗോട്ട് ജോബ് ഈ പയനിയറിൽ. അന്ന് ചന്ദൻ മിത്രയെ പയനിയറിൽ അടിച്ചു. ഒരു ദിവസം പോലും ഒരു ജോബ് ഹണ്ടർ ആയിട്ടില്ല. അത് ഭയങ്കര ലക്കല്ലേ സാർ? ജോബ് ഈ സമയത്ത് കാരണം സർവൈവ് ചെയ്യേണ്ടത്. ശരി ശരി. Then what happened is that രാത്രി എനിക്ക് ഒരു SMS വരുന്നു. എന്താ SMS I think it is WhatsApp message, welcome to Pioneer, you are appointed as the bureau chief of Madras. ശരി. എന്നെ കണ്ടിട്ടില്ല, എന്റെ ബയോഡാറ്റ അറിയില്ല, ഒന്നും അറിയില്ല ചന്ദൻ മിത്രയ്ക്ക്. രാവിലെ ഫോൺ ചെയ്ത് പിന്നെ വാട്ട് ആർ യു ഡൂയിങ് ടുഡേ, എന്ത് സ്റ്റോറി തരാൻ പോണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ, ഇന്നലത്തെ ഒന്ന് പിരിച്ചുവിട്ടതിന്റെ ക്ഷീണം മാറില്ല. അതൊക്കെ ദാറ്റ്സ് ഓൾഡ് സ്റ്റോറീസ്, you tell something new story. Then I started filing copies from that day onwards. അപ്പോൾ പയനീറിലാണ് അല്ലേ? അത് കഴിഞ്ഞ് പയനീറിൽ വെച്ചിട്ട് ഒരു വലിയ സംഭവം ഉണ്ടായി. October 31 പയനീർ സർദാർ പട്ടേലിന്റെ ജന്മദിനായിരുന്നു, ബർത്ത്ഡേ ഐ ഡോണ്ട് റിമെമ്പർ. ഞാനൊരു സ്റ്റോറി എഴുതി. സത്യം പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓൾഡ് തിങ്. ഈ MK നായർ ഒരു ആത്മകഥ എഴുതിയിരുന്നു, ആരോടും പരിഭവമില്ലാതെ. അതിനകത്ത് അദ്ദേഹം ഈ സർദാർ പട്ടേലിനെ ജവഹർലാൽ നെഹ്റു ഹ്യൂമിലിയേറ്റ് ചെയ്തൊരു സംഭവം എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് എഴുതി, ഹൗ ജവഹർലാൽ നെഹ്റു ഇൻസൾട്ടഡ്, ഹ്യൂമിലിയേറ്റഡ് ആൻഡ് ഡിസ്ഗ്രേസ്ഡ് സർദാർ പട്ടേൽ എന്ന് പറഞ്ഞിട്ട് എഴുതി. അത് ഫ്രണ്ട് പേജിൽ ഭയങ്കരമായിട്ട് ബ്ലോഗ് ചെയ്ത് കൊടുത്തു. 11 മണിയായപ്പോൾ രാവിലെ 11 മണിക്ക് എന്നെ ചന്ദൻ മിത്ര വിളിച്ചിട്ട് പറഞ്ഞു, കുമാർ അദ്വാനി വിളിക്കുവേ, ഞാൻ അദ്വാനിക്ക് ഐ ഹാവ് ഗിവൺ യുവർ നമ്പർ ടു ഹിം, സോ ഹി വിൽ കോൾ യു ആൻഡ് ഹി വാണ്ട്സ് എ ബുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ബുക്ക് ഇട്ടിട്ട് അങ്ങേർക്ക് എന്താ കാര്യം സാർ? അങ്ങനെ മലയാളത്തിൽ നോ ദാറ്റ് യു ടെൽ, എനിക്കൊക്കെ പറ്റില്ല അയാളോട് പറയാൻ. അരമണിക്കൂറിനുള്ളിൽ അദ്വാനി വിളിച്ചു. ഞാൻ അദ്വാനി ബോൾ കുമാർ ഹേ, അപ്പോൾ അതെന്ന് പറഞ്ഞു. അപ്പോൾ ഐ നീഡ് എ ടെക്സ്റ്റ് കോപ്പി ഓഫ് ദാറ്റ് ബുക്ക്. ഞാൻ പറഞ്ഞു സർ ഇറ്റ് ഇസ് ഇൻ മലയാളം, വാട്ട് യു ആർ ഗോയിങ് ടു ഗെയിൻ ബൈ റീഡിങ് എ മലയാളം ബുക്ക്? യു ഡോണ്ട് നോ മലയാളം. വൈ കോണ്ട് യു ട്രാൻസ്ലേറ്റ് ദി എൻ്റയർ തിങ്, ഐ വിൽ പേ യു മണി. ഞാൻ പറഞ്ഞു നോ ഇറ്റ്സ് നോട്ട് ഫെയർ സർ, ഐ എം നോട്ട് ദാറ്റ് ഗുഡ് ഇൻ ഇംഗ്ലീഷ്. ഒരു ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, എസ്പെഷ്യലി MK നായരുടെ ബുക്ക്, അത് വായിച്ചിട്ടില്ലേ? അഹമ്മദ് വായിച്ചിട്ടില്ലേ? അത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ നല്ല സ്റ്റഫുള്ള ആൾക്കാരായിരിക്കണം. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്താണെന്നറിയാം, അഹമ്മദ് എൻ്റെ ലിമിറ്റേഷൻസ് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മളെ ഞാൻ ഒരിക്കലും എൻ്റെ കയ്യിൽ ഒതുങ്ങാത്തതൊന്നും ഞാൻ നോക്കാൻ പോയിട്ടില്ല, ശ്രമിക്കുകയില്ല. ഇല്ലാത്ത കാര്യം ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം. പക്ഷേ ഈ സെൽഫ് മാർക്കറ്റിങ്ങിന് നിരക്കാത്ത സംഗതിയാണ്, അതാണല്ലോ ഇപ്പോൾ. ഓക്കെ, എത്ര കാലം അവിടെ ഉണ്ടായി പയനീറിൽ? 2025 ജൂലൈ വരെ ഉണ്ടായി. റിട്ടയർമെന്റ് അവിടെ ഇനിയിപ്പോ അത് മാറുമ്പോൾ അവരുടെ കമ്പനിയൊക്കെ വളരെ ഇപ്പോൾ ഇറ്റ്സ് എ പ്രെറ്റി ബാഡ് കണ്ടീഷൻ. എനിക്ക് റിട്ടയർമെന്റിന്റെ സമയത്ത് എനിക്ക് തന്നിട്ട് സാലറി എത്രയാണ്? 20,000 രൂപ. ഓ അത് ശരി. അത് അക്കാര്യത്തിലൊക്കെ ഇവര് നമ്മുടെ ഒരു ടു ദ മാർക്ക് എത്തിയിട്ടില്ല അല്ലേ ഒരു കാലത്ത്? ചന്ദൻ മിത്ര ഉള്ള സമയത്ത് ഇറ്റ് വാസ് റീസണബിളി ഗുഡ്. 50,000 60,000 രൂപയൊക്കെ ശമ്പളം തന്നുകൊണ്ടിരുന്നു. പിന്നെ കുറഞ്ഞു പോയില്ലേ? ചന്ദൻ വിട്ട് കഴിഞ്ഞ് പിന്നെ സാലറി ഒക്കെ കുറച്ച് പേര് അവർ പറയണ, അവിടുത്തെ ഒരു എംപ്ലോയി വാസ് ടെല്ലിങ് മീ, വൺ ഓഫ് ദി ജേർണലിസ്റ്റ് വാസ് ടെല്ലിങ് മീ, അവർ മറ്റേ മാനേജിങ് ഡയറക്ടറുടെ നായ്ക്ക് മേടിക്കാനായിട്ട് ബിസ്ക്കറ്റ് മേടിക്കാൻ 40,000 രൂപ കൊടുക്കണേന്ന്. യെസ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് ഒരു എനിക്ക് തോന്നുന്നു അവര് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ലോകങ്ങൾ, അവർ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള സത്യസന്ധവും ആത്മാർത്ഥവുമായ ചില വർത്തമാനങ്ങൾ, ഒരു കടന്നു വന്ന വഴി, കഴിഞ്ഞ ഈ ഇത്രയും നിമിഷങ്ങൾ കൊണ്ട് കടന്നു വന്ന ഒരു വഴിയുണ്ടല്ലോ, നമ്മൾ കടന്നു വന്ന വഴി ഒരു ജേർണലിസ്റ്റിന് ഇന്ത്യയിൽ കടന്നു പോകാവുന്ന എല്ലാ വഴിയിലൂടെയും, ദൃശ്യമാധ്യമം, പ്രിന്റ് മീഡിയ ആയാലും എല്ലാത്തിലും, ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് തൊട്ട് പയനീർ വരെയുള്ള പ്രിന്റ് മീഡിയ, AIR തൊട്ട് ദൂരദർശൻ മുതൽ ഏഷ്യാനെറ്റ് വരെയുള്ള വിഷ്വൽ മീഡിയ, അതിൻ്റെ ഒരു അനുഭവം, ആ അനുഭവങ്ങൾക്കുള്ളിലെ ചില സങ്കടകരമായ യാഥാർത്ഥ്യങ്ങൾ ഒക്കെ
പ്രേക്ഷകരോട് പങ്കുവച്ചതിന് വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അങ്ങയുടെ അനുഭവങ്ങൾ പ്രേക്ഷകരോട് പങ്കിടണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. അത് തുടർച്ചയായിട്ട് ഞാൻ ഉറപ്പ് തരുന്നു. സാറിൻ്റെ അനാരോഗ്യമൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വലിയ മനുഷ്യൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ സമ്പന്നമായ അനുഭവങ്ങളിൽ നിന്ന് പതുക്കെ എപ്പിസോഡുകളായി നമ്മുടെ പ്രേക്ഷകർക്ക് ഇനിയും അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും എന്ന പ്രതീക്ഷ. ഇറ്റ് ഈസ് ടു മച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ഫീൽ ലൈക്ക് സോ ഹംബിൾ ആൻഡ് ഐ ഫീൽ സോ ഹംബിൾ സെറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു. എനിക്ക് അത്ര ഒരു വലിയ പൊസിഷനിലായിപ്പോൾ ഞാനിപ്പോൾ ഒരു നല്ല കേപ്പബിൾ ജേർണലിസ്റ്റ് ഐ വുഡ് ഹാവ് ബിക്കം ആൻ എഡിറ്റർ ഓഫ് എ ന്യൂസ് പേപ്പർ അല്ലേ. എനിക്ക് അങ്ങനെയുള്ള ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ള ഒന്ന്. രണ്ട്, സാറിന് നന്നായിട്ട് അറിയാം, എനിക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ട് അത്തരം ഈ ഡെക്കറേറ്റഡ് പോസ്റ്റുകളിൽ സാർ എന്തുകൊണ്ട് എത്തിപ്പെട്ടില്ല എന്ന് സാറ് പറയാതെ എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൂടി മനസ്സിലാക്കുന്നതാണ് ഈ ഇന്റർവ്യൂവിൻ്റെ ഒരു ഗുണം. തീർച്ചയായിട്ടും അങ്ങയുടെ പ്രൊഫൈല് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഇന്ന് ആദ്യമായി ഞാൻ ഉദ്ദേശിച്ചത്. അത് സാറ് ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി, ഞങ്ങളുടെ ചാനലിന് വേണ്ടി നന്ദി പറയുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച്.